ഗൈസ് വെൽക്കം ടു കസിൻസ് വ്ലോഗ്. ഗൈസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ തോട്ടത്തിൽ പോവാണ്. ഞാൻ മറ്റേ ഡേഞ്ചറസ് വഴിയാണ് ഇന്ന് പോകാൻ പോകുന്നത്. ഇവിടെ പട്ടി സാധാ കാണാൻ കൂടുതലാണ്. അതുകൊണ്ട് സയൻ സേഫ്റ്റിക്ക് കമ്പനി വെച്ചിട്ടുണ്ട്. ആ കടിക്കാൻ വന്ന് അറിഞ്ഞു പറഞ്ഞാൽ ഇവിടെ സയനുണ്ട്, പാത്രമുണ്ട്. നമുക്കിന്ന് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം കാട് കയറിയിട്ട് കാണാം. ബൈ ബൈ ഗൈസ്. നമ്മളപ്പോൾ കാടിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. നമ്മൾ നേരെ പോകണം. ലെഫ്റ്റ് വഴി കയറി പോകാം, മറ്റേ ഡേഞ്ചറസ് വഴി. അപ്പം ഡേഞ്ചറസ് വഴി എത്തിയിട്ട് കാണാം. പട്ടി കിടന്ന സ്ഥലത്ത് ഇവിടെ പട്ടിയില്ല. നമ്മളപ്പോഴേ ഡേഞ്ചറസ് സ്ഥലം എത്താറായി. നമ്മൾ കാണണം. അവിടെ 2 വളർത്തുപട്ടിയുണ്ട്, ഒരു പട്ടിയുണ്ട് ഗായ്സ്. നമ്മളെ കണ്ടപ്പോൾ ഗായ്സ് ഇന്നലെ ഫോണ് ചാർജ് ഇല്ലായിരുന്നു. നമ്മളപ്പോൾ പോയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഡേഞ്ചറസ് വഴി എത്തിയിട്ടുണ്ട്. അവിടെ ഗായ്സ് ഇന്നലെ നമ്മൾ ഇവിടം വരെയാണ് വന്നിട്ടുള്ളത്. ആ പുറകെ കാണുന്ന വഴി കൂടെയാണ് നമുക്ക് പോകേണ്ടത്. അത് സയാനും ബാത്റൂം പോകുന്നുണ്ടോ, ആ കാണുന്ന ഇറക്കം കണ്ടോ, അതുവഴി ഇങ്ങനെ പോകണം. പോട്ടെ. ഇവിടെ അന്ന് കല്ലില്ലായിരുന്നു, അന്ന് ഇവിടെ വരെ ഉള്ളൂ. ഇതിന്റെ അപ്പുറം ഞങ്ങൾ ഓടിയൊക്കെ കളിച്ച ഞങ്ങൾക്കാണ് ഇതൊക്കെ പണിഞ്ഞത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പണ്ടത്തെ നൊക്ലാച്ചി സ്ഥലമെല്ലാം നിങ്ങളെ കാണിച്ചു തരായിരുന്നു. നൊസ്റ്റാൾജിയ ആ സ്ഥലമൊക്കെ കാണിച്ചായിരുന്നു. പക്ഷെ എന്താ ചെയ്യാനാ, ഇത് മൂടില്ലാതെ ഞങ്ങൾ ഇപ്പോഴും വന്ന് ഇവിടെ കളിക്കുമായിരുന്നു. ഭയങ്കരമായിരുന്നു ഗൈസ്. ഞങ്ങളെല്ലാം കൂടെ ഓട്ടപ്പെടുത്താറൊന്നുമില്ല, ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഡേഞ്ചറസ് വഴി പോവുകയാണ്. ഒന്നാമത്തെ കാര്യം കമ്പെടുത്ത കാര്യം പാമ്പിനെ അടിക്കാൻ, രണ്ടാമത്തെ കാര്യം പട്ടീനെ അടിക്കാൻ. ഇത് നമ്മൾ ഡേഞ്ചറസ് വഴി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് ഇവിടെ ഒന്ന് ഇറങ്ങട്ടെ. എവിടെ ഗൈസ്, അവിടെ ഒരു പൂച്ച. അവിടെ അതെ പൂച്ച. ഗൈസ് പൂച്ച ചട്ടിയും തലയെല്ലാം മറിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത് നമ്മളവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അഗ്രസ്യമായ വഴിയാണ് ഗൈസ്. അവിടെ ഒരു തോടുണ്ട്, അവിടെ മൊത്തം വെള്ളം മുങ്ങി കിടക്കുക. ഞങ്ങൾ അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. വെള്ളം മുങ്ങി കിടന്ന ഒരു വിഷയമാണ്. അതുകൊഴൊക്കെ എനിക്കടുത്ത് എല്ലായിടത്തും വെള്ളം മുങ്ങി കിടക്കുമായിരിക്കും. കളിച്ചതൊക്കെ വൈബ്. നമ്മളൊരു കുഞ്ഞ് ഡാഷ് പട്ടിയുടെ വീടിനകത്തെത്തി. അതിനെ കൂട്ടിലിട്ടേക്കാൻ തോന്നുന്നു. ഇതാണ് ആ വീട് ഇട്ടുന്നുണ്ട് പാത്തു. ഇതാണ് ആ വീട്. ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഡാഷ് കുറച്ചൊക്കെ നടന്നോട്ടുണ്ട്. ഒരു പശു നിൽപ്പുണ്ട്. കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പശുവുണ്ട്. താറാവ് കുഞ്ഞ് വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സൈഡിൽ കൂടെ നടന്നു പോകണം. നമ്മൾ എത്താറായി ഗൈസ്. പക്ഷേ വെള്ളത്തിന് അങ്ങോട്ട് പോകണമെങ്കിൽ ഒത്തിരി നടക്കണം. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. അവിടെ ഭയങ്കര ഡേഞ്ചറാണ്. അവിടെ ഭയങ്കര ഡേഞ്ചറാണ്. എൻ്റെ 3-4 ഇപ്പോൾ സയാൻ്റെ അത്ര ഒരു മനുഷ്യൻ്റെ 3 ഇരട്ടി ഉണ്ടായിരിക്കും അവിടെ. ഇപ്രാവശ്യം വെള്ളപ്പൊക്കം വന്നിട്ട് ഈരാട്ടുപേട്ട മൊത്തവും പോലെ. ഈരാട്ടുപേട്ടയ്ക്കാണ് ഗൈസ് ഈ പ്രാവശ്യം പണി കിട്ടിയത്. അപ്പോൾ ഒത്തിരി നടക്കുന്നുണ്ട്. അവിടെ ഒരു പൈപ്പ് പൊട്ടിക്കിടപ്പുണ്ട് ഗൈസ്. ആ വെള്ളം കാണിച്ചു തരാവേ. ഇവിടെ ഒരു കുഞ്ഞു ഉറപ്പുണ്ട്. മഴ വരുമ്പോൾ കുഞ്ഞു ഉറവാണ്. പിന്നെ പുറകെ വലിയ മറ്റേ അങ്ങോട്ട് ആ ചെള്ളക്കുഴിയുടെ അങ്ങോട്ട് പോകുന്ന വലിയ വെള്ളമാണ്. ഇവിടെ ഒരു പൈപ്പ് പൊട്ടിക്കിടക്കും. എടാ ആ വെള്ളമുള്ള സ്ഥലം ഏതാ? എങ്ങനെ മഴ നടന്നതാ. എടാ ഇവിടെയൊക്കെ മഴ പെയ്തു. നമ്മളവിടെ ഒരു തുള്ളി മഴ പെയ്തില്ല അല്ലേടാ. അത് ഇവിടെ ആ പൈപ്പ് പൊട്ടി വെള്ളം വീണാണോ? നമ്മൾ ഇവിടം വരെ ഉള്ളൂ. ആ കാണുന്ന വീട്ടിലൊരു പട്ടിയുണ്ട്. നമ്മളപ്പോൾ തിരിച്ചു. ആ പട്ടി മതിൽ ആടി കടിക്കാൻ മാക്സിമം നോക്കും. പക്ഷേ മതിൽ കാണാൻ പറ്റുന്നില്ല. പട്ടീനെ പേടിയുള്ള
കൂട്ടുകാരെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് മൊത്തം വെള്ളമാണ് ഇവിടെ. പട്ടികളുടെ പേരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ പട്ടിയുള്ളവരും കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ വീട്ടിൽ പട്ടിയൊന്നുമില്ല. ഗൈസ് നമ്മൾ കുറച്ച് ദൂരം നടക്കുന്നുണ്ട്. കോട്ടയം ജില്ലക്കാരൊന്ന് കമൻറ്റ് ചെയ്യൂ ഗൈസ്. നമുക്ക് 2 ദിവസം അവധി കിട്ടി. വെള്ളിയും തിങ്കളും അവധി കിട്ടി. ഇന്നൊരു നല്ല മഴയുള്ള ദിവസമല്ല. ഒരു ബൈക്കാരൻ വേണ്ട സൈഡിലോട്ട് മുറിഞ്ഞു കൊടുത്തില്ല. ബൈക്ക് പോയി. അപ്പോൾ നമ്മൾ വീണ്ടും റോഡിനാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇത്ര കുട്ടി വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ബാ. നമ്മുടെ കുട്ടി വ്ളോഗ് ഇത്രേ ഉള്ളൂ. ബൈ ബൈ.